പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ. കറിയില്ലല്ലോ പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയാ എന്താ ചെയ്യ. ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഇങ്ങനെ പോയാ അമ്മൂന് എനിക്ക് നഷ്ടാവും. അമ്മൂനെ നിനക്ക് കിട്ടാത്തേല് എനിക്കെന്ത് ദുഃഖം. എനിക്ക് അമ്മൂനെ നഷ്ടാവുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ. ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അത് പറയാൻ പറ്റില്ല. ആ വൈദ്യരച്ചൻ ആള് ചില്ലറക്കാരനല്ല. അയാൾ തൊട്ടാ ചിലപ്പോ ശരിയായിന്നും വരും. ഈ അച്ഛന്മാർക്ക് പള്ളിയില് വല്ല കുമ്പസാരോ കുർബാനായിട്ട് ഇരുന്നാ പോരെ. വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനം കളയാനായിട്ട്. നീ പേടിക്കണ്ട, അതിന് ചില വഴികളൊക്കെ ഉണ്ട്. എന്നാ പറയ്. അവനെ ചികിത്സിച്ച് ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശ് കിട്ടില്ല. അതെ, എല്ലാ സ്വത്തും ആ ദരിദ്രവാസിയുടെ പേരില. ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും. അവനെ മുഴുവൻ ഭ്രാന്തനാക്കി സെല്ലിലിട്ട. അതിന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേന്ന്. അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി. ഇത് കഞ്ചാവാണ്, സാക്ഷാൽ കഞ്ചാവ്. ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും. ആശുപത്രി കൊണ്ട് പൂട്ടിയിടുകയും ചെയ്യും. അതിന് തന്നാട്ടെ. ഓ എന്റെ പ്രാന്ത മുത്തപ്പ, അവനൊരു വഴിയാക്കി തരടേ. ദൈവമേ വടിയായ അളിയ. ഇപ്പൊ എല്ലാം ശരിയായ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ശരിക്കിരുത്ത്, ചങ്കി ചെല്ലട്ടെ. ഇരുത്ത്. All the dreams like tingle stars. The tingle stars like glowing gems. എപ്പോ? But the gems are floating like gems and sperms. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അളിയൊരു 2 പപ്പ് നോക്കട്ടെ. Hi, beautiful people. I am this sorry, Aliya. I am this sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മാഷേ, എന്റെ മാഷേ, പത്മനാഭ മാഷേ, എന്താണ് നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു. അവസാനം കഞ്ചാവ് വീടിനെ കൊടുത്തു. എന്താ കഞ്ചാവ് വീട്? നീ എന്താണ് പറയുന്നേ? മാഷേ, ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. എന്തൊക്കെയാ ചേട്ടാ ഈ പറയണേ? മാഷേ, മാഷിന്റെ മോളിലെ എന്റെ ഭാര്യ, അവളാണ് ഈ ട്രിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഓമന കുട്ടേട്ടാ. ഇന്ദുലേഖേ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. ഇന്ദുലേഖയോ? നീയാണ് ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴപ്പിച്ചു ഇന്ദുലേഖ. നീയും എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെയാ ഈ പറയണേ? മിസ് ഇന്ദുലേഖേ, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. അച്ഛാ പറയണ കേട്ടില്ലേ അച്ഛാ? നീ വിഷമിക്കാതെ, ഇതിപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞവരാ, ഇപ്പൊ വരാം. എന്ത് പണ്ടാരുള്ള മനുഷ്യരെ കൂടെ പണിയും ചെയ്യിപ്പിക്കൂലെന്ന് വെച്ചാ ഇത് നിസ്സാര കാര്യമാ. കുഞ്ഞവര വരട്ടെ. മാഷനെ വിളിച്ച. കുഞ്ഞവര, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം മാഷ, നല്ല കാശല്ലേ? അതല്ലടോ, പിന്നെ കഞ്ചാവ് വലിച്ച് തലയ്ക്ക് പിടിച്ച് അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? അതിനാണ്. അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താ മതി. ആക്ക മാഷനെ. അല്ലടോ, അതായിരിക്കണോ. പോകാം. ഹംസ ഇന്ദുലേഖയുടെ ആങ്ങളെയല്ലേ? അയ്യോ അച്ഛ, പിന്നെ ഇന്ദുലേഖാന്ന് വെച്ചു അല്ലേ ഇന്ദുലേഖേ? അയ്യോ. ഇപ്പൊ എത്ര കോപ്പ കഴിച്ചു? പോട കോപ്പേ. അല്ല, ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു? ഇതാരാണെന്ന് പറഞ്ഞേ? ലേഖ. ഇന്ദു പോയി കിട്ടി. അപ്പൊ ലേഖ മാത്രമേ ഉള്ളൂ. ഒരു പണി ചെയ്ത് ഒരു കവള് കൂടെ കുടിച്ചു. ഇനി ഇതാരാണെന്ന് നോക്കിയേ. പറഞ്ഞോ.
ഇവളോ ഇവൾ വഞ്ചന വനജ. വനജ ഏത് വനജ? എന്താ എന്തായി? എല്ലാം നോർമലായി മാഷെ. നോർമലായോ? ആ. ആ. മോനെ ഓ മോനെ കുട്ടാ ഓ. മോനൊന്ന് എഴുന്നേറ്റേ. ഓ അതൊക്കെ കൊഴപ്പൊന്നുമില്ലല്ലോ. മോനൊന്ന് നേരെ നിന്നേ. നേരെ നിന്നല്ലോ. നിന്നച്ചാ എന്നെ തല്ലിയല്ലേ? ഇറങ്ങടാ വെളിയില്. എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് ഇനി മേലെ പഠിക്കാത്ത കയറി അടിച്ചു നിറ്റ. ആഹാ ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എടി പറഞ്ഞേട്ടില്ലടി, ഇനി നമ്മൾ ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. വാടി. ഞാനങ്ങ് തന്നാലുണ്ടല്ലോ, ഇനി എന്നെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുപോരുത്. നിങ്ങളുടെ എന്തിലേ ഉണ്ടല്ലോ അവളുടെ കൂടെ പോയി പുറത്തു. അളിയാ നേരത്തെ തോളത്തെ ബേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. ബട്ട് എനിക്കെല്ലാമായി തൃപ്തിയായി. ബേടി ഓടാ. ആരായി ഇന്ദുലേഖ? അത് ഞാൻ വായിച്ചൊരു നോവലാ. കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞാൻ കയറിച്ചിലും വേറെ പോവാനാ? നിന്നെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിച്ചല്ലൊന്നുമില്ല, പിന്നെ നല്ലോണം വലിഞ്ഞു കയറിച്ചില്ല. എന്നാ ചെല്ല്. അതെ, കുറച്ച് കഞ്ചാവും കൂടെ തരട്ടെ. ഏയ് വേണ്ട, കഞ്ചാവ് വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരിക. നമുക്ക് വേറെ വല്ല മാർഗം ആലോചിക്കാം. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അളിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ട മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലേക്ക് ഊതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനേ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പാങ്ക് കൊടുക്കുന്നത് പിന്നെ ശിരസി കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാണ്. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ. അയ്യോ അവിടെ ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അയ്യോ അനക്കല്ലേ ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണ്ണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. ഞാൻ വെറുതെ കൊതിപ്പിച്ച്. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല.
എന്തായി കാണിക്കുന്നത്? നമുക്ക് കോംപ്രമൈസ് അടി കോംപ്രമൈസ് ഇല്ല, അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് വരച്ചിട്ടില്ലടാ. ഈ റൗഡി ഭാസ്കര പുലിയാടാ, പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകൂടാ. എന്നാ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. മാഷേ എന്താണ് അച്ഛാ ഇത് കണ്ട എന്താ ഗോപി? ചെക്കനെ മര്യാദക്ക് വളർത്തിയില്ലെങ്കണ്ടല്ലോ നാട്ടുകാരെ തല്ലുണ്ടു ചാവും. എന്താ ഉണ്ണി, എന്താ ഒരു പറയണേ? കുർത്തക്കേടാണ്ട് ഒപ്പിച്ചു വന്നിട്ട് കൂസലില്ലാതെ നിൽക്കണം കണ്ടില്ലേ? നാട്ടുകാർക്ക് മുണ്ടെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല വെച്ചാ ഇവിടെ മനുഷ്യർക്ക് നാണോ മാനായിട്ട് ജീവിക്കണം. ഇവനെ പിടിച്ചു പോലെ ചങ്ങലേനും ഞാനിത് എങ്ങനെയാണോ സഹിക്കുക? ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന ഒരുത്തർ ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കഴുതി പിടിച്ച് തള്ളുകയെന്ന് വെച്ചാൽ ഹായ് ആരത്ര ഉണ്ട് അച്ഛാ? ഉണ്ണി അച്ഛനെ കരുതി തള്ളി ഉവ്വ. ഒന്നുമില്ല. അരുത്, ആ പാവത്തിനെ അടിക്കരുത്. പറയുന്നത് കേൾക്കൂ, അടിക്കരുത്. ഇനി പഠിക്ക് പോകുന്നു. വേണ്ടായിരുന്നു, ഇവനെ കണ്ടു കിട്ടണ്ടായിരുന്നു. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ മാഷെ. ഉണ്ണിയേട്ടന്റെ അസുഖമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നേ?